കൊന്നക്കാട് പാമത്തട്ടിലെ അനീഷ് ആന്റണിയുടെ ചികിത്സാ സഹായ നിധിക്കായി നടത്തിയ മെഗാ ബിരിയാണി ചാലഞ്ച് വൻ വിജയമായി. ജാതി മതഭേദമന്യേയുള്ള കൊന്നക്കാട്ടുകാരുടെ കൂട്ടായ്മയിൽ 8,000-ഓളം ബിരിയാണിയാണ് വിറ്റഴിച്ചത്. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. ബളാൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് പ്രദേശമായ പാമത്തട്ടിൽ താമസിക്കുന്ന അനീഷ് ആന്റണി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഡ്രൈവർ ജോലിയിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്ന ഇദ്ദേഹത്തിന് ആശുപത്രി ചിലവുകളെന്നത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഭാര്യയും കുട്ടിയും അടങ്ങുന്ന അനീഷിന്റെ കുടുംബം സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നതും ചികിത്സാ ചെലവിന് മുന്നിൽ വഴിമുട്ടി നിൽക്കുന്നതുമായ സാഹചര്യത്തിലാണ് അനീഷിനെ സഹായിക്കുന്നതിനു വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയും രക്ഷാധികാരിയായും വാർഡ് മെമ്പർ ബിൻസി ജെയിൻ ചെയർമാനായും ദിബാഷ് ജി കൺവീനറായും പി കെ ജോസ് ട്രഷററായുമുള്ള ഈ ജനകീയ കമ്മിറ്റിയാണ് ധനസമാഹരണത്തിന്റെ ഭാഗമായി മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരിയുമായ ശ്രീ രാജു കട്ടകത്തിൻ്റെ നിസ്തുലമായ സേവനം എടുത്തു പറയേണ്ട ഒന്നാണ്. അദ്ദേഹം രാത്രിയും പകലുമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന് ഒരുപാട് കാര്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രദേശത്തു നിന്നും അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ഓർഡർ പിടിച്ചു തരികയും അതുപോലെ ഒരുപാട് സാമ്പത്തിക സഹായം എത്തിച്ചേരുകയും ചെയ്ത ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകത്തെ ഈ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. സഹരക്ഷാധികാരികളായ ഫാദർ ഏലിയാസ് എടുക്കുന്നേൽ, കരിമ്പിൽ മദനഗോപാലൻ, ടി പി തമ്പാൻ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഭക്ഷണം പാകം ചെയ്യാനും പാക്കിങ്ങിനും മറ്റുമായി കൊന്നക്കാട്ടുള്ള പൈതൃകം റിസോർട്ടും പരിസരവും വിട്ടു നൽകിയതും ഏറെ സഹായകരമായി. കൂടാതെ സഹജീവി സ്നേഹവും നന്മയുമെല്ലാം മുൻനിർത്തിയുള്ള ഈ ചലഞ്ചിന് ഒട്ടേറെ സ്പോൺസർഷിപ്പുകളും ലഭിച്ചു. കൊന്നക്കാട് അനീഷിന്റെ ചികിത്സാർത്ഥം ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും മതത്തിനും രാഷ്ട്രീയത്തിനും എതിരായിക്കൊണ്ട് തന്നെ ഒന്നിച്ച് യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. ഇത് ഈ കൊന്നക്കാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഏത് വിഭാഗം ജനങ്ങളും ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ആരും പ്രത്യേകം താല്പര്യമെടുക്കാതെ തന്നെ അവർ വന്ന് സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല വിജയമാക്കുന്നതിൽ കഴിഞ്ഞിട്ടുണ്ട്. അനീഷിനെ നല്ല നിലയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ചലഞ്ചിലൂടെ 7,500-ലധികം ബിരിയാണികൾ വിറ്റഴിക്കാനും കഴിഞ്ഞു. കൊന്നക്കാട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ഏലിയാസ് എടുക്കുന്നേൽ, പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയും കരിമ്പിൽ മദനഗോപാൽ എന്നിവർക്ക് ആദ്യ ഭക്ഷണപ്പൊതി നൽകിക്കൊണ്ട് ബിരിയാണി വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ ഡ്രൈവർമാരും വ്യാപാരികളും കർഷകരും പ്രവാസികളും ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ബഹുജന കൂട്ടായ്മയുടെ രാവും പകലും നീണ്ട പ്രയത്നത്തിലൂടെയാണ് മെഗാ ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞത്. ഇതിലൂടെ 10 ലക്ഷത്തോളം രൂപ അനീഷ് ആന്റണിയുടെ ചികിത്സാ നിധിയിലേക്ക് നൽകാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരിയുമായ രാജു കട്ടക്കയും പറഞ്ഞു. ഒരു മാസം മുമ്പാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 8 ലക്ഷം രൂപയിലധികം അക്കൗണ്ടിലേക്ക് വന്നു. 7,500-ലധികം ബിരിയാണിയുടെ ഓർഡർ വന്നു. ആ കുടുംബത്തിന് 10 ലക്ഷത്തിലധികം രൂപ ഈ പ്രവർത്തനം മുഖാന്തരം ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. വീണ്ടും കൊന്നക്കാടുകാരൊരു മാതൃക കാണിക്കുകയാണ്. ഈ ഫണ്ട് സ്വരൂപണത്തിൽ കൂടെ ആ കുടുംബത്തിനൊരു ആശ്വാസമായി തീരുകയും ഈ പ്രദേശത്തെ കൊന്നക്കാട് പ്രദേശത്തെ ആളുകളുടെ ഈ നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും കൊന്നക്കാട്ടുകാർ നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.